എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ആണുള്ളത്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Two of Pentacles, Five of Swords, Six of Cups, Ten of Pentacles, Ten of Wands, Queen of Pentacles. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു മാസം സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു മാസമായിരിക്കും. ശമ്പളം, അതായത് ശമ്പളം ഒന്നിനും തികയുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ഒരു മാസത്തിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വളരെയധികം നല്ലൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, നല്ലൊരു എക്സലന്റ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ ശമ്പളവും എന്ന് പറയുന്ന രീതിയിൽ ജോലി മാത്രമായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വരുമാനം എന്നുള്ള രീതിയിൽ ജോലി കൂടാതെ ബിസിനസ്സുമായിട്ട് മറ്റൊരു രീതിയിൽ ബിസിനസ് കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ സ്ട്രോങ് ബിസിനസ്, നല്ലൊരു വളരെ ഉറച്ചൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. നിങ്ങളുടെ വില വർദ്ധിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ഒരു സർവീസ് ഇൻഡസ്ട്രിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സർവീസ് കൊടുക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഉള്ള ഒരു ഇതിൽ നിന്ന് നിങ്ങളുടെ മൂല്യം കൂടുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൈസ് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശമ്പളവും അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ളൊരു വരുമാനം ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മൊത്തത്തിലുള്ള വരുമാനം വലിയ രീതിയിൽ ഡബിൾ ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ബിസിനസ് മെർജേഴ്സ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചില ആളുകൾ ഇത് നിങ്ങളുടെ ജോലി സ്ഥാപനമായിരിക്കും, അത് നിങ്ങളുടെ കമ്പനി, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ മെർജ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് വലിയൊരു കമ്പനിയുമായിട്ടായിരിക്കും. അപ്പോൾ കമ്പനി പോളിസിയിലും മറ്റൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല നല്ല ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ശമ്പളം നല്ല രീതിയിൽ ഉയരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല കമ്പനിയിൽ പല മാറ്റങ്ങളും വരുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലായിരിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രൊമോഷനുള്ള ഒരു അവസരം കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെയധികം സാധ്യതകളുള്ളൊരു മാസമാണിത്. ഇത് ചെറിയ രീതിയിലുള്ള ബിസിനസ് ആണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ബിസിനസ് മേഖലയിൽ വളരെ സാധ്യതകൾ സൂചിപ്പിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ഫൈവ് ഓഫ് സോർട്സ് എനർജിയാണ്. ഫൈവ് ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അതായത് ഒരു കോമ്പറ്റീഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ മനസ്സിൽ പ്രിപ്പയർ ചെയ്യുന്നത് ആ കാര്യം സാധ്യമാകുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ഉണ്ട്. കാരണം ഇവിടെ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ച പോലെ എന്ന് വിചാരിച്ച രീതിയിലായിരിക്കണമെന്നില്ല. അതേ സമയം നിങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്നുണ്ട്, വിചാരിച്ച രീതിയിലോ വിചാരിച്ച പോലെയോ ആയിരിക്കില്ല എങ്കിൽ കൂടിയും പിന്നെ ചാലഞ്ചസ് ഉണ്ട്. അതായത് തടസ്സം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കരുതണ്ട, ഒരു ആരോഗ്യപരമായിട്ടൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതിയാകും. അത് ഈ ഒരു കോമ്പറ്റീഷൻ സുഹൃത്തുക്കൾക്കിടയിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുപ്പമുള്ള ആളുകൾക്കിടയിൽ, അതായത് നിങ്ങളും നിങ്ങൾക്ക് അടുപ്പമുള്ള ആളുകളും തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നുണ്ട്. അത് മൂലം ഒരു ഡിസഗ്രിമെന്റ്, വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. കാരണം ഇപ്പോൾ ജോലിയിലാണെങ്കിൽ നിങ്ങൾ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഒരേ പൊസിഷന് വേണ്ടിയിട്ട് നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ ജയിക്കുക, ഒരാൾ തീർച്ചയായിട്ടും ഒരാൾക്കാണ് ചെയ്യാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ജോലി ഉദ്യോഗ കയറ്റം, ജോലി സ്ഥാനമാനങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അവസരമുണ്ട്. അതേപോലെ മറ്റൊന്ന് ഇത് പേഴ്സണൽ ലൈഫിലും ആകാം, ഒരു വാക്ക് തർക്കം അതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, പക്ഷെ ഇപ്പോൾ വഴക്കാണ്, മിണ്ടുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ
ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയവും ആകെ ഈ ഒരു സമയം. നല്ല രീതിയിൽ ഇരിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച് വാക്തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടാനുള്ള ഒരു അവസരം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, നെക്സ്റ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 ഓഫ് കപ്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം അടുത്തിടയ്ക്ക് നിങ്ങളിപ്പോൾ പുതിയതായിട്ട് സ്കൂൾ മാറുക, അല്ലെങ്കിൽ കോളേജ് മാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കോഴ്സിലേക്ക് ചേരുക, അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു മാറ്റങ്ങളുടെയൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് സ്റ്റേബിൾ ആവുന്നുണ്ട്, ഇപ്പോൾ ഒരു സ്ഥിരത ജീവിതത്തിലേക്ക് വന്നു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതേപോലെ ചില ആളുകൾ നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ളവരായിരിക്കാം. കോളേജ് സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളവർ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ആവാം. സ്കൂൾ കോളേജ് റീയൂണിയനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ചകളൊക്കെ കാണിക്കുന്നുണ്ട്. പഴയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പുതുക്കാൻ പറ്റിയ അവസരമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കർമ്മ എനർജിയാണ്. അതായത് കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികളായിരിക്കും. അവരുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവരുമായിട്ട് അതായത് സംസാരമോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പഴയ പ്രണയം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവാം. എക്സ് ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം ചിലപ്പോൾ. അത് കഴിഞ്ഞു എന്ന് കരുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ നിങ്ങൾക്ക് തിരിച്ചു വരാം. അത് പക്ഷെ അത്രയും സുന്ദരമായിട്ടുള്ളൊരു കാര്യമായിരിക്കണം എന്നില്ല. ചില ആളുകൾക്ക് ഒരു സെക്കൻഡ് ചാൻസസ് ആവാം. വീണ്ടും നമുക്ക് ഒരു പുതിയ രീതിയിൽ തുടങ്ങാം എന്നുള്ള രീതിയിലൊക്കെ അണഞ്ഞുപോയി എന്ന് കരുതിയിട്ടുള്ള പ്രണയമോ മറ്റോ ഒക്കെ തിരിച്ചു ജീവിതത്തിലേക്ക് വരുന്നതാവാം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമാണ് എങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾ അതൊരു വളരെ അബ്യൂസീവ് ടോക്സിക് ആയിട്ടുള്ള ബന്ധമൊക്കെ ആയിരുന്നു നിങ്ങൾ വേണ്ടെന്ന് വെച്ചത് തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ഇനി അതിൽ ചെന്ന് ചാടിക്കൊടുക്കാതിരിക്കാം. അല്ലാത്ത പല കാരണങ്ങൾ സാഹചര്യവശാലൊക്കെ മാറിപ്പോയിട്ടുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു സെക്കൻഡ് ചാൻസസ് പറയുന്നത്. അല്ലാതെ ഈ ഒരു കാരണം ഇവിടെ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള വളരെ സ്വാർത്ഥരായിട്ടുള്ള വ്യക്തികളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അവര് വളരെ മാനിപ്പുലേറ്റേഴ്സ് ആണ്. അവര് മറ്റുള്ളവരെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും നിന്ന് കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള ആളുകളാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒഴിവാക്കി തന്നെ മുന്നോട്ടേക്ക് പോവുക. കാരണം ഇവിടെ എൻഡിങ് ആണ് സൂചിപ്പിക്കുന്നത്. അത് ആ ഒരു സമയം, ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അതിന്റെ പുറകെ പോകാതിരിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. 10 ഓഫ് കപ്സ് എനർജിയാണ്. സ്വന്തമായിട്ട് ഒരു വീട്, ചിലപ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്ക് സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഉള്ള വീട് വിറ്റ് പുതിയ സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നുണ്ടാവും. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാധ്യതകളുള്ളൊരു മാസമാണ് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നത്. ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വർക്കിംഗ് ഫ്രം ഹോം, റിമോട്ട് വർക്കിനൊക്കെ ഒരു അവസരമുണ്ട്. അപ്പം ജോലിയിലെന്ന് പറയുമ്പോൾ ജോലിയിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം, ശമ്പള വർധനവ് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ റിമോട്ട് വർക്കിനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലി പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഉള്ള ജോലിയിൽ തൃപ്തരല്ല എങ്കിൽ അതിൽ നിന്ന് മാറി പുതിയൊരു ജോലിക്ക് ശ്രമിക്കുക. അതിൽ റിമോട്ട് വർക്ക് അല്ലെങ്കിൽ ഹൈബ്രിഡ് വർക്ക്, പകുതി റിമോട്ട് പകുതി, അങ്ങനത്തെ ഒരു അവസരം വരാൻ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതയും കാണിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ശമ്പളം, ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തൃപ്തികരമായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങളിലും ഇപ്പോൾ ഒരു പര്യവസാനമാണ്, ഒരു പ്രൊജക്റ്റ് നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്, അതിന്റെ ഒരു സന്തോഷം ആഘോഷമൊക്കെ കാണുന്നു എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു പ്രൊജക്റ്റ് അവസാനിപ്പിക്കുന്നു എന്ന് മാത്രമല്ല പുതിയൊരു പ്രൊജക്റ്റ് ലഭിക്കുന്നു. അപ്പൊ രണ്ടും കൂടിയുള്ള ഒരു ആഘോഷമായിരിക്കാം നിങ്ങളുടെ ഓഫീസ് കമ്പനിയിലൊക്കെ. അഗെയിൻ അനദർ 10 ഓഫ് പെൻഡക്കിൾസും 10 ഓഫ് വോൺസ് എനർജിയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2 തലത്തിൽ ഉള്ള പര്യവസാനങ്ങൾ, അല്ലെങ്കിൽ 2 തലത്തിൽ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ അമിതമായിട്ടുള്ള ഉത്തരവാദിത്ത ഭാരത്താൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ
ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒന്ന് ഇറക്കി വെക്കാൻ പറ്റുന്ന അവസരം, ഉത്തരവാദിത്തങ്ങൾ, ഭാരങ്ങൾ മുഴുവൻ ചുമലിൽ നിന്ന് ഇറക്കി വെക്കാൻ പറ്റുന്ന അവസരമാണ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു തരത്തിൽ ശാരീരികമായിട്ട് വളരെയധികം, മാനസികമായിട്ടും വളരെയധികം വീക്കായി തുടങ്ങുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഒരു മാടിനെ പോലെ അല്ലെങ്കിൽ ഒരു കഴുതയെ പോലെ എല്ലാം ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫൈനലി സ്വയം എടുക്കുന്ന ഒരു തീരുമാനവും ആവാം ഇത് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങൾ ചില ആളുകൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, മറ്റാരെങ്കിലും ആയിരിക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് എങ്ങും എത്താതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ വയ്യാതെ ആവുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ അവരോട് പറയുന്നതും ആവാം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, തീരെ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷൻ ആവും. ഓവർ ടൈം, ഓവർ വർക്കൊക്കെ ഇതിപ്പോ ജോലി സംബന്ധമായിട്ടല്ല ഇതിൽ കാണിക്കുന്നത്. കാരണം ജോലി വളരെ റിലാക്സ് ആണ്. ഈവൻ റിമോട്ട് വർക്കോ അതൊക്കെ സാധ്യമാകുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, നിങ്ങളുടെ പേഴ്സണലോ പ്രൊഫഷണലോ ലൈഫ് അല്ല, മറിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധു അയൽ വീട്ടിൽ താമസിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ചിലപ്പോൾ മക്കളൊക്കെ ചിലപ്പോൾ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ചെന്ന് ചെയ്തു കൊടുക്കുന്ന നിങ്ങളായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ പറ്റില്ല എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിലൊരു ബിസിനസ് വ്യക്തിയുണ്ട്, പക്ഷെ നന്നായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ, അതായത് അടുത്ത പരിചയമുള്ള നിങ്ങളുടെ കുടുംബത്തിലോ റിലേറ്റീവ്സോ ആരും തന്നെ ബിസിനസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഉപദേശിക്കുന്ന ഒരു ജോലിയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, അപ്പൊ സ്ഥിര വരുമാനം ഉണ്ടാവില്ല എന്ന ചിന്തയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ബിസിനസ്സിനുള്ള നല്ലൊരു കഴിവുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കൺസർവേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നിന്ന് മാറി വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, മനസ്സിലാക്കി ജീവിതം മനസ്സിലാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള കഴിവ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ മടിക്കേണ്ട ആവശ്യമില്ല, അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.